ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇത് എൻ്റെ സിസ്റ്ററാണ്. മൈക്കില്ല, അതുകൊണ്ട് തന്നെ സൗണ്ട് വലുതായിട്ട് കേൾക്കുമെന്ന് എനിക്കറിയില്ല. പുറകെയിലെ ബാക്ക്ഗ്രൗണ്ട് ശബ്ദമൊക്കെ വരും. ഓക്കെ, കുഴപ്പമില്ല, ക്ഷമിച്ചു. അപ്പം ഇവള് എന്നേലും 13 ഇയേഴ്സ് താഴെയാണ്. അതായത് ഞാനും ഇവളും തമ്മിൽ 13 വയസ്സിന് വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ എന്തിനാണ് ഇവളെയും കൊണ്ട് വീഡിയോ ചെയ്യാൻ വന്നതെന്ന് വിചാരിക്കും. കാരണം ഞാൻ കുറേ ആയി വിചാരിക്കുന്നത് വീഡിയോയിൽ ഇവളെയും കൊണ്ടുവരണമെന്ന്. ലിപ്സ്റ്റിക്ക് ഇച്ചിരി കൂടുതലായിട്ടായിരുന്നു. ഇച്ചിരി മേക്കപ്പിനോടൊക്കെ ഭയങ്കര ആത്മാർത്ഥ സ്നേഹമുള്ള കുട്ടിയാണ്. കുട്ടി കണ്ണെഴുതാണ്ട് ഒരു സമയത്ത് കണ്ണെഴുതാണ്ട് എവിടെയും പോകില്ലായിരുന്നു. പക്ഷെ കണ്ണൊക്കെ എഴുതാണ്ട് ഒക്കെ ആയിട്ടിരിക്കും. ഇച്ചിരി എക്സ്പ്രഷനൊക്കെ ഇടും, ഇച്ചിരി വെറുപ്പിരൊക്കെ ആയിരിക്കും. പക്ഷെ ലിപ്സ്റ്റിക്ക് ഇച്ചിരി ഓവറല്ലേ, ഓവറാണ്. ഇതാണ് അവളുടെ നാച്ചുറൽ ബ്യൂട്ടി. ഓക്കെ, അപ്പം ഞാനിന്ന് ഞാൻ നേരത്തെ എന്നല്ല, ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ഫോണിൽ എൻ്റെ ഗാലറിയിൽ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇവളുടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചേറെ ഫോട്ടോസ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനപ്പം ആ ഫോട്ടോ ഞാൻ ഇവൾക്ക് കാണിച്ചു കൊടുക്കും. അപ്പം ഇവളുടെ റിയാക്ഷൻ, അതായത് ഇവൾ എങ്ങനെയാണ് വലുതായപ്പം ഇവളുടെ ആ ഒരു ചെറിയ സമയത്തുള്ളത് കാണുമ്പോൾ ഉള്ള ഇവളുടെ ഒരു റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഷൂട്ട് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ടായി. അങ്ങനെ ഞാൻ ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുക്കാം. അപ്പം എൻ്റെ ഈ ഫോണിലാണ് ഇവളുടെ ഫോട്ടോസ് ഉള്ളത്. ഞാൻ ഇവളുടെ ഒരു ഫോൾഡർ എൻ്റെ ഫോണിലുണ്ട്. ഇതിൽ ഞാനൊരു റാൻഡം പിക്ക് സെലക്ട് ചെയ്ത് കാണിക്കും. എന്നിട്ട് നീ തന്നെ ഗസ് ചെയ്യണം. നിനക്ക് ഓർമ്മയുള്ള ടൈമിൽ, അതായത് നീ എന്തായാലും കണ്ണാടി നോക്കാതെ ഇരിക്കൂലല്ലോ. അപ്പം നിനക്ക് ഓർമ്മയുള്ള ഒരു ടൈമിൽ ഇത് എപ്പോഴത്തെ ഫോട്ടോ ആണുള്ളത് നീ ഗസ് ചെയ്ത് പറയാം. ഓക്കെ അല്ലേ? ഓക്കെ, ഞാനൊരു ഫോട്ടോ എടുത്ത് അത് നമുക്ക് കാണിച്ചു കൊടുക്കാം. അവൾ ഗസ് ചെയ്യട്ടെ. ഈ ഫോട്ടോ ഞാൻ എടുത്ത ഇത് നിനക്ക് എത്ര വയസ്സുള്ളപ്പോൾ എടുത്തതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഇതൊരു 6 വയസ്സായപ്പോൾ എടുത്ത. ഉറപ്പാണോ? ഉറപ്പാണോ? ഇപ്പൊ എത്ര വയസ്സാവാൻ പോവാ? ഇപ്പം എനിക്ക് 7 വയസ്സാണ്. 8 വയസ്സാവാൻ പോവില്ല അടുത്ത മാസം. അപ്പം ഇത് 6 വയസ്സുള്ളപ്പോൾ എടുത്തതെന്ന് ഉറപ്പാണോ? ഞാൻ കോളേജിൽ കയറിയ ഇയറാണ് 2022 ആണ്. ആണെന്നുണ്ടെന്നറിയില്ല, 2022 ആണ്. കറക്റ്റാണ്, 6 വയസ്സ്. ഓക്കെ, യു ഗോട്ട് 1 പോയിന്റ്. അപ്പം നിനക്ക് ഓർമ്മയുണ്ടല്ലേ നിൻ്റെ ഏതൊക്കെ ഏജിലാണ് നീ ആ ഫോട്ടോസ് എടുത്തത്? നിനക്ക് പോസ് ചെയ്ത് വെക്കാം. അപ്പം ഇതൊക്കെ അവൾക്ക് 6 വയസ്സുള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ ശരിയാണ്, 2022. എന്താ നിനക്ക് 5 വയസ്സുള്ളപ്പോഴാണ്. സോറി, ഇത് 2023 എടുത്ത ഫോട്ടോ. ശരി, ഞാൻ ഈ ഫോണിലോട്ട് കുറേ ഫോട്ടോ എടുത്തത് പിറ്റേ വർഷമാണ്. കാരണം ഞാൻ കോളേജിൽ കയറി ഇറങ്ങി എൻ്റെ ഫോൺ ബില്ലായിട്ട് ഞാൻ എല്ലാം പോയിട്ട് വീണ്ടും എടുത്തോളാം. ശരി, എന്നിലും കൂടുതൽ ഓർമ്മശക്തി എൻ്റെ അനിയത്തിക്കുണ്ട്. ഓക്കെ, പിന്നെ ഞാനും കൂടെ ഉള്ളൊരു ഫോട്ടോ എൻ്റെ പണ്ടത്തെ ചവറ് പോലെ ഞാൻ കാണിക്കാം. അപ്പം നീ പറയണം ഇത് എത്ര വയസ്സിലെടുത്തയാന്ന്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് നിൻ്റെ ഒരു, ഞാൻ പറയുന്നില്ല, ഞാൻ കാണിച്ചില്ല ഫോട്ടോ. ഈ ഫോട്ടോ ഇത് എത്ര വയസ്സിലെടുത്തേ നിൻ്റെ? ഇത് 4 വയസ്സിലെടുത്ത ഫോട്ടോ. കറക്റ്റാണ്. ഞാൻ 3 അല്ലേ 4 നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. കറക്റ്റ് 4 വയസ്സിലെടുത്തേ. ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചോണ്ടൊന്നും കൊണ്ടൊന്നല്ല കേട്ടാ. ഫോട്ടോ നിൻ്റെ ഫോണിൽ ഉള്ളവരൊക്കെ അറിയത്തില്ല. ഓക്കെ, അപ്പം എനിക്ക് 2 പോയിന്റ് കിട്ടി. പിന്നെ ഇനി നിൻ്റെ ചെറിയ ഫോട്ടോസ് ഞാൻ കമ്പയർ ചെയ്ത് കാണിക്കും. സിമിലർ ആയിട്ടുള്ള വേറെ ഫോട്ടോ പിന്നെ ഞാൻ റീക്രിയേറ്റ് ചെയ്തല്ല, അത് ആക്ച്വലി ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ്. അപ്പം ഞാനത് അങ്ങനെ കണക്ട് ചെയ്തു. അപ്പം ഞാൻ ആ ഫോട്ടോ കാണിക്കാൻ പോകണം. ഈ ഫോട്ടോ ഇതിപ്പം നിങ്ങൾക്ക് കണ്ടാൽ ഓൾമോസ്റ്റ് മനസ്സിലാവും. കൈക്കുഞ്ഞാണ്, കുഞ്ഞു ഒരു 6 മാസം ഒക്കെ പ്രായമുള്ള ടൈമിൽ എടുത്താണ്. അപ്പം ഞാൻ പറഞ്ഞു ഇതിപ്പോൾ 6 മാസം ടൈമിൽ എടുത്താണ്. അപ്പം ഈ ഫോട്ടോ പോലെ ഫെമിലിയർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ നിൻ്റെ ഗാലറിയിൽ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. ഡൗട്ടാണ് അല്ലേ? ഡൗട്ട്. അപ്പം ഞാൻ ഫെമിലിയർ ആയിട്ടുള്ള ഫോട്ടോ ഇത് ഞാനുമില്ലേ. ഇത് താഴെയുള്ളത് എൻ്റെ ഉമ്മച്ചിയുടെ അനിയത്തിയുടെ കൊച്ചും, മേലുള്ളത് ഇവളുമാണ്. ഏകദേശം ഫെമിലിയറാണ്. കാരണം 2 പേരുടെ എക്സ്പ്രഷനും ആ ഒരു
ഹാങ്ങിങ് കൈയിൻ്റെ ആ ഒരു പിടുത്തമൊക്കെ ഏകദേശം സെയിം കൈ വെച്ചേക്കുന്ന പൊസിഷനൊക്കെ. ഇത് ഈ ഫോട്ടോ, ഇനി ഈ ഫോട്ടോ, ഇതൊക്കെ ഇപ്പോൾ റീസെൻറ്റുകൾക്ക് നല്ല ഓർമ്മയാണല്ലേ. ഇത് നീ എപ്പോൾ എടുത്ത ഫോട്ടോയാ? ഇത് അന്ന് ബബുലാല ജനിച്ചപ്പോഴുള്ള ഫോട്ടോ. ബബുലാല ജനിച്ചപ്പോഴാണ്, ജയനെ പ്രസവിച്ചപ്പം. ഓക്കെ, ഇത് കറക്റ്റാണ്. പ്രസവിച്ച ദിവസമല്ല, പ്രസവിച്ച് 4 ദിവസം കഴിഞ്ഞ് വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പോഴേക്കും എടുത്തത്. നിനക്കറിയാവുന്ന ഇതിലൊരു പാട്ട് പാടാം. ഓർത്തിട്ട് പറഞ്ഞാൽ മതിയോ? ഓർത്തിട്ട് അല്ല, നിനക്കറിയാവുന്ന ഇതിലൊരു പാട്ട് നീ പാടണം. തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, എന്നെ കൂടാനില്ലെങ്കിൽ എന്നെ മനിൻ കുട്ടാളം കിളിമരത്തനോരം അളിയാരണീ കിളിമരത്തനോ. നിന്റെ ലിറിക്സ് ഫുള്ള് തെറ്റാണ്. അതുകൊണ്ട് പാടുമ്പോൾ കുഴപ്പമില്ല, നിന്റെ എഴുതല്ലേ കുഴപ്പമില്ല. പക്ഷെ എന്നാലും നീ നല്ലോണം പാടി. ഞാൻ ഇവളെ എനിക്ക് ജസ്റ്റ് വീഡിയോയിൽ കൊണ്ടുവരണമെന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ടാണ് ഞാനൊരു കുഞ്ഞു വീഡിയോ എടുത്തത്. പക്ഷേ ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് കൂടുതലായി. ഞാനത് എഡിറ്റ് ചെയ്തൊക്കെ ചേർക്കുമ്പോൾ എത്രയാണെന്നുള്ളത് നമുക്ക് പിന്നെ എത്ര മിനിറ്റ് ആകുമ്പോൾ നോക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഞാൻ ചോദിക്കാൻ പോവാണ്. ചോദിക്കട്ടെ, ഞാൻ ഏറ്റവും കൂടുതൽ നിൻ്റെ അടുത്ത് വഴക്കിടുന്നത് ഏത് കാര്യത്തിനാണ്? നിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നത് ഏത് കാര്യത്തിനാണ്? വഴക്ക് പറയുന്നത് ഞാൻ ഉണ്ടല്ലോ അമ്മേനെ ചൊറിയാൻ പോയിട്ടാ. കൂടുതൽ എന്ത് കാരണം കൊണ്ടാണ് ഞാൻ നിന്നെ വഴക്ക് പറയുന്നത്? അല്ല, ഇപ്പൊ നീ ഒരു കാര്യം ചെയ്യുമ്പം അത് എന്ത് കാര്യമാണ്? എനിക്ക് എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന എന്ത് കാര്യമാണ്? ദേഷ്യം പിടിപ്പിക്കണത് എന്ന് വെച്ചാ, അതായത് നീ ഒരു കാര്യം, അതായത് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം നീ ചെയ്യും, അത് മിക്കപ്പോഴും നീ ചെയ്യാറുണ്ട്. ഞാൻ ദേഷ്യപ്പെടുന്നത് നിന്റെ അടുത്ത് ഒച്ചയിടുന്നൊരു കാര്യം എന്തുവാ? ദീദിനോട് ഒച്ചയിടുന്ന കാര്യമുണ്ടല്ലോ, ഞാനുണ്ടല്ലോ എന്തെങ്കിലും അവളെ ചൊറിയാൻ പോയിട്ടാ. ഓക്കെ, ചൊറിയാൻ പോയിട്ടാ. ശരി, അതിനൊരു റീസൺ ഉണ്ടാ? എന്ത് കാരണം? എനിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ ഫോൺ കുത്തിക്കൊണ്ടിരിക്കുന്ന അമ്മേനെ ഞാൻ ചൊറിഞ്ഞ എന്നെ തൂക്കിയെടുത്ത് വലിച്ചെറിയും. ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഫുഡ് എനിക്ക് എന്തുവാ? വെജാണോ നോൺ വെജാണോ? വെജ്. എന്തുവാ എനിക്ക് വെജിറ്റബിൾ ഏറ്റവും കൂടുതൽ? എനിക്ക് എന്തുവാ വെജിറ്റബിൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അവിയൽ ഇഷ്ടവാ, പിന്നെ ഇങ്ങനെ തോരൻ ഇഷ്ടവാ, പിന്നെ ഇങ്ങനെ ക്യാരറ്റും കുക്കുംബറും എല്ലാം തിന്നും. അങ്ങോട്ട് വണ്ണമെല്ലാം വെച്ചിട്ടുണ്ട്. ഞാനല്ലേ നല്ലോണം വെച്ചല്ലേ? ഓക്കെ ഓക്കെ, ശരി. ഇനി ഞാൻ എന്തുവാ പഠിക്കുന്നേ? എന്തിലാ പഠിക്കുന്ന? നീ ഇപ്പം 2ലും 3ലും പറയുന്ന പോലെ ഞാൻ എന്തുവാ പഠിക്കുന്നു? BA കോളേജിലാ. BA കോളേജ് അല്ലേ? ഞാൻ ഡിഗ്രിക്കാ പഠിക്കുന്നത്. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്താ പഠിക്കുന്നത് ചോദിച്ചാൽ നീ എന്ത് പറയും? ഡിഗ്രി കഴിഞ്ഞിപ്പം. പക്ഷെ കഴിയുന്നതിന് മുന്നേ ഒരു മാസത്തിനുള്ളിൽ ആരെങ്കിലും ചോദിച്ചാൽ നീ പറയണം ഞാൻ ഡിഗ്രിക്കാണ് പഠിക്കുന്നത്. ഓക്കെ ഓക്കെ. ഞാൻ കുക്ക് ചെയ്ത ഏതെങ്കിലും ഒരു ഫുഡ് കഴിച്ചിട്ട് നിനക്ക് വയറിന് പണി കിട്ടിയിട്ടുണ്ടോ? ഏതാ? പണ്ട് പാനിപൂരി. ആ കഥയൊന്ന് പറഞ്ഞേ. ഒരു ദിവസം എനിക്ക് ദീദി പാനിപ്പൂരി ഉണ്ടാക്കി തന്നു. അന്നകത്തൊന്ന് ഞാനുണ്ടല്ലോ ഒരു ചെറിയ നുള്ളി പൊടി ആ പാനിപ്പൂരിനകത്തുനിന്ന് അത് ഇങ്ങനെ നുള്ളി പൊടിച്ചിട്ട് അന്നകത്തോട്ട് വെച്ചിട്ട് വെച്ചിട്ട് തിന്ന്. അപ്പോഴത്തേക്കും എനിക്കൊന്നും പറ്റില്ല. പിന്നെ ഞാനുണ്ടല്ലോ ഉണ്ടാക്കി മറ്റേ ക്യാരറ്റ് ഇല്ലേ, ക്യാരറ്റ് അതെടുത്ത് തിന്നപ്പോഴുണ്ടല്ലോ എനിക്ക് വയറിന് പണി കിട്ടി. ഇതിരിക്കും വയറിന് പണി. എനിക്ക് വയറിന് പണിയൊന്നും കിട്ടിയില്ല. നീ നൈറ്റ് സ്കൂളിൽ നിന്ന് വന്നപ്പോ നീ ഛർദിച്ചില്ലേ? നീ പക്ഷെ നൈറ്റ് വൊമിറ്റ് ചെയ്ത്. ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് എന്തോ ഛർദിച്ച്. സ്കൂളിൽ നിന്ന് ഛർദിച്ചു. ഇവള് രാത്രി ഛർദില്ല. പക്ഷെ എന്നിട്ട് എനിക്ക് പോകുന്നില്ല, ഇവള് എന്താ ഛർദിക്കുന്നത്? ഇനി ഇവൾക്ക് പനിയാണോ എനിക്കറിയത്തില്ല. പക്ഷെ ഉണ്ടാക്കിയ പാനിപ്പൂരി പണിയുന്ന. പക്ഷെ എനിക്കൊരു കുഴപ്പമില്ല. ഞാനത് സമ്മതിച്ചില്ല, എൻ്റെ പാനിപ്പൂരിയുടെ കുഴപ്പമാണ്. പിന്നെ വൈകുന്നേരം വന്നിട്ട് ഞാൻ വോമിറ്റിംഗ് ആയി. എനിക്ക് പണി കിട്ടിയപ്പോഴേക്കും ഓക്കെ. നമ്മുടെ ഗാർഡനിലുള്ള കുറച്ച് ഐറ്റംസ്, അതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റംസ് ഏതാ നിനക്ക്? പിങ്ക് ഫ്ലവേഴ്സ് ഇഷ്ടം. പിങ്ക് ഫ്ലവേഴ്സ്. ഓക്കെ. ഞാൻ ഏറ്റവും കൂടുതലും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാ ഫോൺ എടുത്ത് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നീ എന്തുവാ ചെയ്യുന്നത്?
ഞാൻ ഇടക്ക് ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, അല്ലെങ്കിൽ തല മസാജ് ചെയ്ത് കൊടുക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ ക്രീസ് ഉള്ള ഒരു കാര്യം എന്താ? എനിക്ക് എപ്പോഴും വേണം 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 എന്ന് തോന്നുന്ന ഒരു കാര്യം എന്താ? വേണം വേണം ഇനിയും വേണം 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 എന്ന് തോന്നുന്ന കാര്യം വേണം വേണം തോന്നുന്ന കാര്യം ഇങ്ങനെ ഉടുപ്പ്, ഇങ്ങനെ ജീൻസ്, എല്ലാം, ഷർട്ടും ജീൻസും എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ഇതും പറ. ശരി, ബൈ ബൈ.